ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നിർത്താം കേട്ടോ. അപ്പോൾ പതിവ് കാഴ്ചകളൊന്നും തെറ്റിക്കാതെ തന്നെ നമ്മുടെ അടുക്കള പണികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ വീഡിയോയിലും കൂടിയും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മല്ലി ചമ്മന്തി, മല്ലി ഇലയും ചെറിയുള്ളി തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ഒരു മല്ലി ചമ്മന്തി കേട്ടോ. മുന്നും കാണിച്ചിട്ടുണ്ട്, എപ്പോഴോ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ സവാള ഇട്ട് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ 2-3 പച്ചമുളക് കേട്ടോ, എരിവിനും ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കും. അപ്പോൾ പച്ചമുളക് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ, വറമുളക് ഇട്ട് കൊടുക്കുക. സെയിം ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നും വരില്ല. അങ്ങനെ ഞാനിതാ ഒരു 2-3-4 പച്ചമുളകും കൂട്ടിയിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, അത് ഓപ്ഷനാണ്. ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 3-4-5 തണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത്രയും മതിയാവും. ഒരുപാട് അങ്ങോട്ട് മല്ലിയില ചമ്മന്തിയാണെന്നും പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് മല്ലിയില ഇട്ടാലും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് മതിയാവും. ഒരു 3-4-5 തണ്ട് കഴുകി മുറിച്ചെടുത്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമ്മളിതാ തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയാണ്, ആ ചിരവി എടുത്ത് അത് ചേർത്തിട്ടുണ്ട്. ഇനി ചൂടാക്കുക. തേങ്ങേൻ്റെ ഒരു വെള്ളമയം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണ വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ചമ്മന്തിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു തുണ്ട് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വാളം പുളി. ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിന് ഒരുപാട് അങ്ങോട്ട് പുളിയും ചേർക്കാൻ പാടില്ല, ഒരു തുണ്ട് ഇട്ടാൽ ഒരു സ്വല്പം ചേർത്താൽ മതി. എനിക്ക് മല്ലിയില ചമ്മന്തിയിൽ ഒരു ചെറിയൊരു പുളിപ്പ് വേണം, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അരയ്ക്കണ സമയത്ത്. പിന്നെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ ഒരു കട്ടി ചമ്മന്തി അതുപോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ വേറൊന്നും പണികളൊന്നുമില്ല അതിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കഴിക്കാനും എന്താണ് ഇഡ്ഡലിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ മല്ലിച്ചമ്മന്തി. അങ്ങനെ മല്ലിച്ചമ്മന്തിക്കുള്ള നമ്മുടെ തേങ്ങാ വറവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ നേരെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് എടുത്താൽ മതി. അപ്പോൾ അതവിടെ ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് 2ാമത്തെ തട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ചായ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിള്ളേർ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് തന്നെ പതുക്കെ 8 മണിയാകുമ്പോഴേക്കാണ് കേട്ടോ എണീറ്റ് വരുന്നത്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഏട്ടനൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഒരു 8:30 ആയ ശേഷം ഞാനിതാ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇപ്പോൾ 8 മണി 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. രാവിലത്തെ ചെറിയ തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ അവനെ വേഗം കഴിക്കാനായിട്ട് പറ്റും. അതിന് ഇഡ്ഡലിയും ചമ്മന്തിയും ചായയൊക്കെ കൂടിയിട്ട്, ചായ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, പലഹാരം കഴിക്കുമ്പോൾ ചായ ഒന്ന് കുടിക്കാൻ തോന്നുക, അപ്പോൾ കുറച്ച് ചായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ കുഴി എടുക്കാനായിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഹിറ്റാച്ച്. അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ ഏട്ടൻ്റെ ജോലി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. നമുക്ക് ചിലവർക്ക് പറയുമ്പോൾ അത് മനസ്സിലാവില്ല, എന്ത് ജോലിയാണെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന പണിയാണ് കേട്ടോ അവിടെ ഏട്ടൻ്റെ ജോലി, എൻ്റെ ഹസ്ബൻഡിന് അതാണ് ജോലി. അപ്പോൾ ഇത് ഏട്ടനെ ഓടിക്കുന്നതല്ല, വേറെ അവർ വന്നതാണ്. ഏട്ടനും ഇത് തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഒന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട്, ഇതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ 10 മണിയായപ്പോൾ ഞാനിതാ വീടൊക്കെ അടിച്ച് തുടച്ച്, വീടല്ല അടുക്കളയൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടതിന് ശേഷം ഞാനും പിള്ളേരും കൂടെ ഇതാ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണെന്നല്ലേ, ഞങ്ങളിന്ന് പുഴയിൽ പോയിട്ട് കുളിക്കാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റിൽ തുണിയുണ്ട്, 2 സഞ്ചിക്കകത്ത് ചാരുമോൾ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പിള്ളേരിനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുളിക്കാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ സാധാരണ ഏട്ടനുണ്ടാകും കൂടെ, ഞങ്ങൾ ഏട്ടനുണ്ടാകുമ്പോൾ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ അടച്ച ശേഷം എവിടേക്കും പോയിട്ടില്ല കേട്ടോ, വീട്ടിൽ തന്നെയാണ്, വിരുന്ന് പോലും വീട്ടിൽ നിന്ന് എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ പിള്ളേരിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പുഴയിൽ പോയി കുളിക്കാം അമ്മ, കുളിക്കുക അച്ഛ എന്നൊക്കെ പറഞ്ഞു. അച്ഛനെ വേണമെങ്കിൽ ഇപ്പോൾ ഒഴിവില്ലാത്തതുകൊണ്ട് അച്ഛനും അത് കൂട്ടാക്കില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ പുഴയിൽ പോയി കുളിക്കാം, എന്നാൽ പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമാണല്ലോ. ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പുഴയിലൊക്കെ വന്ന് അവർക്കൊക്കെ അതൊന്ന് കാണിച്ചു കൊടുത്തിട്ടും, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പുഴയിലും കുളത്തിലും തന്നെയാണ് കുളി, വീട്ടിലൊന്നും കുളിയൊന്നും ഉണ്ടാവില്ല, മൊത്തം പുഴയും കുളത്തിലും തന്നെയാണ് കേട്ടോ ഫുൾ ടൈം. പിന്നെ സ്കൂള് പൂട്ടിയ സമയത്തൊന്നും പറയണ്ട, വെള്ളത്തിൽ തന്നെയായിരിക്കും. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇവർ വല്ലപ്പോഴെങ്കിലും ആസ്വദിക്കണ്ടായിരുന്നു, അവർക്ക് അതൊക്കെ നഷ്ടമായി പോകുമല്ലേ. അപ്പം ഞാൻ എന്തായാലും അത് പറഞ്ഞിട്ട് ശരി എന്നാൽ പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് അങ്ങനെ പുഴയിൽ വന്നതാണ്. അപ്പോൾ ഇത്തവണ പുഴയിൽ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. ചെക്ക് ഡാം നിറഞ്ഞ് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നുണ്ട്, ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുളിക്കാനായിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഞാനിതാ തുണിയൊക്കെ തിരുമ്പിയെടുത്തു, നിറയെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വന്നത് മെയിനായിട്ട്. അപ്പോൾ തുണിയൊക്കെ കഴുകി ഞാനിതാ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, എൻ്റെ എന്താ പറയുക, നെഞ്ച് വരയ്ക്ക് വെള്ളമാണ്, നല്ലോണം വെള്ളമുണ്ട്. നമ്മൾ തുണി കഴുകണതിൻ്റെ താഴെ നിൽക്കുമ്പോൾ തന്നെ അത്ര വെള്ളമുണ്ട് കേട്ടോ. അത് ചെക്ക് ഡാമാണ്, അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അതാ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ചാരുമോൾ ഇങ്ങനെ എനിക്ക് തുണിയൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ചെട്ടിക്കുട്ടിയാണ് ഇതൊക്കെ വീഡിയോ അങ്ങനെ പിടിച്ച് തരുന്നത് കേട്ടോ, വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം നിറയെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് ഇവിടെ കുളിക്കാനായിട്ട് ചെറിയൊരു പേടിയുണ്ട്. കാരണം എനിക്ക് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ഏട്ടനുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനും ഇല്ല, ഇവിടെ പരിസരത്ത് അങ്ങനെ അധികം ആൾക്കാരില്ല, എന്നാലും കുറച്ച് അപ്പുറത്തൊക്കെ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ, ചെക്കന്മാരൊക്കെ കുളിക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത്. എന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ലേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേടി. അപ്പം ഞാൻ തുണി അലക്കലും പിഴിഞ്ഞ് എല്ലാം തുണിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ബക്കറ്റൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് ഞാനിത് അവിടെ താഴെ ചെക്ക് ഡാമിൻ്റെ താഴെ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ കുളിച്ചത്. അവിടെ ആകുമ്പോൾ വെള്ളമില്ല, കമിഴ്ന്ന് കിടന്ന്, എന്നാലും ഒരു മുട്ടിനത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല ഓലുക്കുണ്ട് കേട്ടോ വെള്ളം, അതായത് ഒഴുകിപ്പോണ്ട്. മറ്റേത് പറഞ്ഞാൽ അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു കളറ് മങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ചൊറിച്ചിൽ വരും, കുളി കഴിയുമ്പോഴേക്കും ചൊറിച്ചിൽ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഒഴുകുന്ന വെള്ളത്തിൽ വന്ന് കുളിച്ചാൽ വലിയ പ്രശ്നമില്ലല്ലോ, അത് നല്ല തെളിഞ്ഞ വെള്ളവുമായിരുന്നു. അപ്പോൾ വെള്ളം അധികം മുങ്ങി കുളിക്കാനില്ലെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ കുളിക്കാനായിട്ട്. അങ്ങനെ പിള്ളേരിനെയും കൊണ്ട് അവിടെ ആഴമുള്ള അവിടെ കുളിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തുണികളൊക്കെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ചെക്ക് ഡാമിൻ്റെ താഴെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ പാലം, നമ്മുടെ പൂടൂർ പാലം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും ചിട്ടിക്കുട്ടി ഇങ്ങനെ ടാറ്റ കാണിക്കാം കേട്ടോ വണ്ടികളൊക്കെ പോകുമ്പോൾ. കഴിഞ്ഞ് വന്ന് പുഴയിൽ പോയിട്ട് വന്ന ക്ഷീണമല്ലേ, ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ഒരു ഗ്ലാസ് അല്ല നാരങ്ങ വെള്ളം മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട്. നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. ലൈറ്റ് വെളിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല തണുത്ത നാരങ്ങ വെള്ളമോ എന്തെങ്കിലും കിട്ടിയാൽ നല്ല സൂപ്പറായിരിക്കും അല്ലേ. അപ്പം ഞാനെന്താ ഇതാ കിട്ടിയ വഴിക്ക് വേഗം കുടിക്കാൻ കേട്ടോ. സൂപ്പർ. വെള്ളം അത്ര തണുപ്പ് പോരാ, എന്നാലും കുഴപ്പമില്ല. വായിൻ്റെ കൂടെയൊക്കെ വെക്കട്ടെ. അങ്ങനെ വെയിൽ കൊണ്ടുവന്ന ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിച്ചു. ഇതാ പിള്ളേർക്കും കൊടുത്തു. മക്കൾക്ക് അവിടെ പോയിട്ട് വരുമ്പോഴേക്കും നല്ല വിശപ്പായി. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ചാരുമോളാണെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഉഷേഷിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താണ് ചോറും അവിടെ നിന്ന് കറിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ രാവിലത്തെ പണികൾ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമായിട്ടാണ്, വെയിലായിട്ടുണ്ട്, 11:45 ആയിട്ടാണ് വീട്ടിൽ വരുമ്പോൾ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ചോറും കറി
കറിയൊക്കെ വെക്കാനായിട്ട് നിന്ന്. കുട്ടികൾക്ക് ക്ഷമയില്ല, വിശപ്പായതുകൊണ്ട് രാവിലത്തെ കഴിക്കാനുള്ളത് അതും അങ്ങനെ അവൾ ചോറും ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനിതാ ഉച്ചയ്ക്ക് ഇവിടെ കറി വെക്കണത് വെള്ളരിക്ക പച്ചടിയാണ്. കഴിഞ്ഞ ഒരു ദിവസം വെള്ളരിക്ക പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു വെള്ളരിക്ക കഷ്ണം ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഉപ്പിട്ട് വേവിച്ചു. അതിന് ശേഷം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും ഒന്ന് അരച്ചെടുത്തു. അത് അരഞ്ഞ് കഴിയുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ആ തേങ്ങ അരപ്പ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച് ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക. അതൊന്ന് ജസ്റ്റ് തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ തൈരുണ്ടല്ലോ മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ആ ചൂട്ടോടെ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പച്ചടി എന്താ പറയുക പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തൈരും ചേർത്തതിന് ശേഷം നമ്മൾ കടുക് വറുത്തിടുക. കടുക് നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മൾ വറമുളകും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വറമുളക് ഇല്ലാത്തത് കൊണ്ട് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്. ഒരു 10-15 മിനിറ്റ് മതി നമുക്ക് ഈ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ മാങ്ങാച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു 5:30 ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത് വൈകുന്നേരത്ത്. അപ്പോൾ ഇത് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു പപ്പായ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുമ്പ്. അപ്പോൾ ചെറിയൊരു പഴുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് പഴുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം പഴുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരിങ്ങനെ പീസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കഴിക്കില്ല. അപ്പോൾ പപ്പായയൊക്കെ കുട്ടികൾക്ക് നല്ലതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പപ്പായ കൊണ്ടൊരു ജ്യൂസ് അല്ലെങ്കിൽ ഷെയ്ക്ക് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതാകുമ്പോൾ പിന്നെ കഴിക്കും കേട്ടോ. ഷെയ്ക്കോ ജ്യൂസൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പാലൊക്കെ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ആ പപ്പാളി എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ചെത്തി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞങ്ങൾ പീസാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ആ ഒരു അരിമണി ഉണ്ടല്ലോ, കുരു, അതും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പീസാക്കുമ്പോൾ തന്നെ അത് എന്താ പറയുക അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ, അത്രയും പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ക്കാക്കാൻ വേണ്ടിയിട്ട് ഞാനത് മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പായയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പപ്പായയും ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളെ തണുത്ത പാൽ കേട്ടോ. പാലിൻ്റെ പകരം പാൽ കട്ടിയാണ് നല്ലത്. അപ്പോൾ ഞാൻ പാൽ കട്ടി ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുറി ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മഞ്ചുണ്ടല്ലോ, 5 രൂപൻ്റെ മഞ്ച്, അതിവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ വാങ്ങിച്ചതൊന്നുമല്ല. അപ്പോൾ മഞ്ച് ഉള്ളത് കൊണ്ട് അത് ഒരെണ്ണം 5 രൂപൻ്റെ ചെറിയൊരു മഞ്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഇതൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താ പറയുക മിൽക്കി ബാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഷെയ്ക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കയ്യിലുള്ള മിഠായി മഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഷെയ്ക്കൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല സൂപ്പറായിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പപ്പായ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നതും കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇങ്ങനെ ഒരു ഷെയ്ക്ക് കഴിക്കാൻ കിട്ടിയ സൂപ്പറല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടാറ്റാ.